ഹായ് ബഡീസ്, നമുക്കൊരു ലോങ് സമ്മർ ഡ്രസ്സ് തയ്ച്ചാലോ? ഇതിനു വേണ്ടി ഞാൻ ഈ 2 മീറ്റർ കോട്ടൺ ക്ലോത്ത് ആണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ വീട്ടിലിടാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫുൾ പ്രിൻ്റ് ഉള്ള ഡ്രസ്സ് മേടിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതെന്താണെന്നറിയോ? അപ്പം തേക്കേണ്ട ആവശ്യമില്ല. ഇത് ബോട്ടം പാർട്ടാണ് കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കിനി ബോട്ടം തയ്ച്ചെടുക്കാം. തയ്ക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് ഈ മെഷീൻ്റെ സെലക്ടർ നോബൊക്കെ മാറ്റി വെച്ചിരിക്കണ കാണുന്നത്. അപ്പം ഞാനൊന്ന് ശരിയാക്കാൻ നോക്കിയതാണ്. സാധനം എൻ്റെ കയ്യിൽ കിട്ടി. മിക്കവാറും കുറുമ്പിയുടെ പണിയായിരിക്കും. സെലക്ടർ നോബ് പൊട്ടിപ്പോയി. നമ്മളൊരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് ചെയ്യാണ്ട് വരുമ്പം ആകപ്പാട് മനസ്സ് ശരിയാവുന്നില്ല. എനിക്കാണെങ്കിൽ ഇന്നത് തയ്ച്ചേ പറ്റുള്ളൂ. അപ്പം ഞാൻ ഇതിൻ്റെ പോസിബിലിറ്റി നോക്കി. ആകെ സിംഗിൾ സ്റ്റിച്ച് അടിക്കാൻ പറ്റുന്നുണ്ട്. 6 ആക്കും വേറൊന്നും എനിക്ക് പറ്റുന്നില്ല. ഓക്കെ, എന്നാൽ ആ വഴിക്ക് പോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. എന്നിട്ട് സിംഗിൾ സ്റ്റിച്ച് വെച്ച് ഞാൻ ബോട്ടം മൊത്തം തയ്ച്ചെടുത്തു. ടോപ്പിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന തുണിയാണ് കേട്ടോ കാണുന്നത്. ടോപ്പ് പോർഷൻ മാർക്ക് ചെയ്താണ് കേട്ടോ ഈ കാണുന്നത്. സൈഡിൽ നമ്മൾ അങ്ങനെ ഒരു വളവ് കൊടുക്കണം കേട്ടോ. എന്നാലാണ് ആ ഷേപ്പ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുള്ളൂ. പിന്നെ നെക്കിൻ്റെ അവിടെ നിന്ന് ഷോൾഡറിൻ്റെ അവിടെ വരെ സ്ട്രെയിറ്റ് ലൈനാണ് കേട്ടോ എടുത്തിരിക്കണേ. ചെറിയൊരു ബാക്ക് നെക്ക് വെക്കാമെന്നാണ് ഉദ്ദേശിക്കണേ. അപ്പോൾ ഇതാണ് ഫൈനൽ കട്ട്. ഒരബദ്ധം പറ്റി. ഞാൻ ബാക്ക് നെക്ക് പോർഷൻ എടുക്കാണ്ടാണ് ഞാൻ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തത്. അപ്പോൾ ബാക്കിലും ഫ്രണ്ടിലും സ്ക്വയർ നെക്കായി. ബട്ട് സാരമില്ല, ഞാൻ അത് വെച്ച് തന്നെ തയ്ച്ചു. തയ്ച്ചിട്ടപ്പോൾ നല്ല രീതിയിൽ അത് വന്നിട്ടുണ്ട് കേട്ടോ. കൈക്ക് വേണ്ടി ഒന്നും കട്ട് ചെയ്തില്ലെങ്കിൽ പോലും അത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതുപോലൊരു കേർവ് കൊടുക്കുമ്പോഴാണ് നല്ല ഷേപ്പിൽ നിൽക്കുക കേട്ടോ. അപ്പം നമുക്കിത് ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് കാണണ്ടേ? നല്ല ഭംഗിയില്ലേ കാണാൻ? എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അത്യാവശ്യം വീതിയുണ്ട്. പിന്നെ നെക്കും നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്താണ് പുറത്തുനിന്ന് എന്തോ ഒരു സൗണ്ട് കേട്ടെ. പറ്റിച്ചേ, ആരുമില്ല, വെറുതെ പേടിച്ചുപോയി. പിന്നെ തൊണ്ടയ്ക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ സൗണ്ടിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ. അപ്പോൾ സമ്മർ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ സീ യു സൂൺ.